ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാന് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനുള്ള സാങ്കേതിക മികവ് വർദ്ധിച്ചുവെന്നാണ് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാന്റെ ഈ മികവിന് പിന്നിൽ ചൈനയിൽ നിന്നോ റഷ്യയിൽ നിന്നോ സഹായം ലഭിക്കുന്നുണ്ട് എന്ന സംശയമാണ് വാൾസ്ട്രീറ്റ് ജേണൽ ഉയർത്തുന്നത്. ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ജോർദാനിലെ US വ്യോമതാവളമായ മുവാഫാഖ് സാൾട്ടി വ്യോമതാവളത്തിലേക്ക് ഇറാൻ സൈന്യം 2 ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ച സംഭവമാണ്. അത് ലക്ഷ്യം കാണുകയും 2 US സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുമാണ്. വെടിനിർത്തൽ കരാർ ഇരുപക്ഷവും ലംഘിച്ച ശേഷം അമേരിക്കൻ സൈനികർക്ക് ജീവഹാനി സംഭവിക്കുന്ന ആദ്യത്തെ സംഭവമായതിനാൽ ജോർദാനിലെ ആക്രമണം അമേരിക്കയെ ഞെട്ടിച്ചതാണ്. ഇതോടെയാണ് തന്ത്രപ്രധാന ലക്ഷ്യങ്ങളിൽ കൃത്യതയോടെ പ്രഹരിക്കാൻ ഇറാന് ചൈനയിൽ നിന്നോ റഷ്യയിൽ നിന്നോ സഹായം ലഭിക്കുന്നതായി ഒരു സംശയം അമേരിക്ക ഉയർത്തിയിരിക്കുന്നത്. നമ്മൾ മുൻപ് ചർച്ച ചെയ്തതുപോലെ ഇറാന്റെ പിന്നിൽ കൃത്യമായി റഷ്യയും ചൈനയും ഉണ്ടല്ലേ? ഇറാൻ്റെ ശക്തി മിസൈലുകളും റോക്കറ്റുകളും ഡ്രോണുകളുമാണ് എന്ന് പല ആവർത്തി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിൽ തന്നെ കൃത്യതയാണ് പ്രധാന വിഷയം. മിസൈലുകൾ ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല. മഹാഭൂരിപക്ഷം ഇറാൻ അയക്കുന്ന മഹാഭൂരിപക്ഷം മിസൈലുകളും ഇൻ്റർസെപ്റ്റഡ് ആവുകയാണ്. അതുകൊണ്ട് ഒരു പക്ഷേ മിസൈൽ ഉൽപ്പാദിപ്പിക്കുന്ന ചെലവിനേക്കാൾ വളരെ കൂടുതലാണ് ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള THAAD സിസ്റ്റം അല്ലെങ്കിൽ പേട്രിയോട്ട് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഓരോ മിസൈലും മൾട്ടിപ്പിൾ മിസൈലുകൾ ലോഞ്ച് ചെയ്തുകൊണ്ട് തകർക്കുകയാണ് ആകാശത്തിലൂടെ. അപ്പോൾ ഇത് എത്ര കാലം തുടരാനാവും? പക്ഷേ ഏതെങ്കിലും മിസൈലുകളൊക്കെ ലക്ഷ്യത്തിൽ എത്തുകയും ചെയ്യും. അങ്ങനെയായിരുന്നു ഇതുവരെ. പക്ഷേ ഇപ്പോൾ ജോർദാനിൽ നിന്ന് വരുന്ന കഴിഞ്ഞ 2 ദിവസമായി ജോർദാനിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ഒരു സൂചനയാണ് എങ്കിൽ ഇറാനിയൻ മിസൈലുകൾ കവചം ഭേദിച്ചുകൊണ്ട് കൃത്യമായി നാശനഷ്ടങ്ങൾ വരുത്തിയിരിക്കുന്നു. അങ്ങനെയാണ് 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുന്നത്. അതുമാത്രമല്ല, വലിയ നാശനഷ്ടം വിമാനത്താവളങ്ങളിൽ, വ്യോമതാവളങ്ങളിൽ, അമേരിക്കയുടെ വലിയ വ്യോമതാവളമാണ് ജോർദാനിലുള്ളത്. അവിടെ 3 താവളങ്ങളാണ് ജോർദാനിൽ ആക്രമിക്കപ്പെട്ടത്. 2 സേനാ താവളങ്ങളും 1 വ്യോമതാവളം ആക്രമണവിധേയമായി. ഇവിടെയെല്ലാം ഉപയോഗിക്കപ്പെട്ട മിസൈലുകളുടെ ഒരു പ്രഹരശേഷി നോക്കുമ്പോൾ, കൃത്യത നോക്കുമ്പോൾ അത് ഇറാനിൽ നിന്ന് തന്നെ ഉദ്ഭവിച്ചതാണോ എന്ന ന്യായമായ സംശയം. അത് കടന്നു വന്നിരിക്കുന്ന ഇറാനിൽ നിന്നാണ്. പക്ഷേ അതിൻ്റെ പ്രഭവ കേന്ദ്രം റഷ്യയോ ചൈനയോ ആണോ എന്നതാണ് ഇവിടെ സംശയമായി സൂചിപ്പിക്കുന്നത്. അതിൽ സാധ്യതാപരമായി തള്ളിക്കളയാനാവില്ല. കാരണം ഷാഡോ ഫ്ലീറ്റുകളിലൂടെ, ഗോസ്റ്റ് ഷിപ്പുകളിലൂടെ പല സമയങ്ങളിലായി ഇറാനിൽ ചൈനീസ് റഷ്യൻ മിസൈലുകൾ എത്തിയിരിക്കാം. അതുമല്ലെങ്കിൽ ചൈനീസ് മിസൈലുകളോ റഷ്യൻ മിസൈലുകളോ പണം കൊടുത്ത് വാങ്ങുന്നതിന് ഇറാനെ തടയാനാവില്ലല്ലോ. യുദ്ധമില്ലാതിരുന്നൊരു സമയത്തെ ആ മിസൈലുകളാണോ ഇപ്പോൾ പുറത്തിറങ്ങി വരുന്നത്? അതൊരു ചോദ്യം. 2, ഇറാന് മിസൈൽ സാങ്കേതിക വിദ്യ, റഷ്യയ്ക്കും ചൈനയ്ക്കും അത്യന്താധുനികമായ മിസൈൽ സാങ്കേതിക വിദ്യയുണ്ട്. ഈ സാങ്കേതിക വിദ്യ നൽകി കഴിഞ്ഞു എങ്കിൽ ഇറാന് തദ്ദേശീയമായി സമാനമായ മിസൈലുകൾ വികസിപ്പിച്ചെടുക്കാൻ കഴിയും. അത് മാത്രമല്ല, ഭൂഗർഭ അറകളിൽ വലിയ രീതിയിൽ പിക്കാസ് മൗണ്ടൻസിലൊക്കെ ഉൾപ്പെടെയുള്ള ഭൂഗർഭ തുരങ്കങ്ങളിൽ നടക്കുന്നത് എന്താണ്? ആണവ സംഭരണ കേന്ദ്രങ്ങളാണ് എന്നാണ് അമേരിക്ക പൊതുവെ വിശ്വസിക്കുന്നത്. സമാനമായ രീതിയിലുള്ള ഭൂഗർഭ തുരങ്കങ്ങളിൽ മിസൈൽ നിർമ്മാണം തകൃതിയായി നടക്കുന്നു എന്ന് അമേരിക്ക വിശ്വസിക്കുന്നു. അപ്പോൾ ഇറാൻ്റെ ആവനാഴിയിലെ മിസൈൽ ശേഖരം കുറയുന്നു എന്നല്ലാതെ പൂർണ്ണമായി എക്സോസ്റ്റഡ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഓരോ പ്രഹരത്തിന് ശേഷവും കൂടുതൽ പ്രഹരങ്ങൾ ഇറാൻ മറുവശത്തും ഏൽപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇറാൻ്റെ മിസൈലുകളെ അമേരിക്ക പേടിയോടെ കാണണം എന്നതാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് ആകെ പറയാനാവുന്നത് പറഞ്ഞു കഴിഞ്ഞു. തങ്ങളുടെ ഓരോ സൈനികൻ മരിക്കുമ്പോഴും കൊല്ലപ്പെടുമ്പോഴും അതിശക്തമായ പ്രത്യാക്രമണം നിങ്ങൾ പ്രതീക്ഷിക്കണം. അത് സ്വാഭാവികമല്ലേ? ഒരു യുദ്ധത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്നതല്ലേ? തങ്ങളുടെ സൈനികർ കൊല്ലപ്പെടുമ്പോൾ, ഒരു ആക്രമണം നടക്കുമ്പോൾ സൈനികർ പലപ്പോഴും കൊല്ലപ്പെടാതെ ഇരിക്കുന്നത് ഭാഗ്യം കൊണ്ടുകൂടിയാണ്, അല്ലാതെ സാങ്കേതിക മികവ് കൊണ്ട് മാത്രമല്ല. അപ്പോൾ നാശനഷ്ടങ്ങൾ തോന്നി നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഹ്യൂമൻ ലോസ്, അത് വളരെ പ്രധാനമാണ്, വളരെ തന്ത്രപ്രധാനമായ കാര്യമാണ്. ഹ്യൂമൻ കാഷ്വാലിറ്റി ഫ്രം അമേരിക്കൻ സൈഡ് എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ ജീവന് ഇറാൻ്റെ ജീവനേക്കാൾ കൂടുതൽ വിലയുണ്ട് എന്നർത്ഥമില്ല. പക്ഷേ അമേരിക്കയ്ക്ക് ഒരിക്കലും സഹിക്കാനാവാത്ത ഒരു കാര്യമാണ് ഈ ആൾനാശം എന്നത്. ഇപ്പം നാളിതുവരെ ഈ യുദ്ധത്തിൽ 18 അമേരിക്കൻ സൈനികരാണ് കൊല്ലപ്പെട്ടത്. അത് ഈ യുദ്ധത്തിൻ്റെ തോതനുസരിച്ച് വളരെ ചെറിയൊരു നമ്പറാണ്.
പക്ഷേ അത് അൺആക്സെപ്റ്റബിളാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് അൺആക്സെപ്റ്റബിളാണ്. കാരണം എല്ലാ തരത്തിലുള്ള സുരക്ഷാ കവചവും സാങ്കേതിക തികവും എല്ലാം അവകാശപ്പെടുന്ന അമേരിക്കയ്ക്ക് ഇത്രയും ആൾനാശം ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് 4 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ 4 അമേരിക്കൻ ഭടന്മാരുടെ മരണം. അത് ഒന്ന് ഒരു കാര്യം ഇൻ്റർസെപ്റ്റ് ചെയ്യുമ്പോൾ സംഭവിച്ച ഒരു പൊട്ടിത്തെറിയിലാണ് ഇറാഖിൽ വെച്ച് അമേരിക്കൻ സൈനികൻ കൊല്ലപ്പെടുന്നത്. അതുപോലെ 2 പേര് ജോർദാനിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. ഇത് കൃത്യമായ ഇറാനിയൻ ആക്രമണത്തിൽ തന്നെയാണ് കൊല്ലപ്പെടുന്നത്. മറ്റൊരു ആളും കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മരണപ്പെട്ടു. അപ്പോൾ അങ്ങനെ വരും ഒരുപാട് കാഷ്വാലിറ്റീസ് ഉണ്ട്. അതുമാത്രമല്ല 100-ലധികം പേർക്ക് പരിക്കേറ്റു ഈ ആക്രമണത്തിൽ എന്നാണ് റിപ്പോർട്ടുകൾ. ഈ പരിക്ക് സാരമുള്ളതല്ല എന്ന് അമേരിക്ക ക്ലെയിം ചെയ്യുമ്പോഴും പരിക്കേറ്റവരുടെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇത് പല കാരണങ്ങളാലാണ്. അതുകൊണ്ട് അർദ്ധസത്യങ്ങൾ മാത്രമാണ് പലപ്പോഴും പുറത്ത് വരുന്നത്. പൂർണ്ണമായ സത്യം നമുക്കറിയില്ല. ഇറാനിലുള്ള കാഷ്വാലിറ്റീസ് അത് വളരെ കൂടുതലാണ്. പക്ഷേ അതിൻ്റെയും പൂർണ്ണ വിവരങ്ങൾ നമുക്കറിയില്ല. ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ, ഇർണ ഉൾപ്പെടെയുള്ള മീഡിയ പുറത്തു വിടുന്ന വിവരങ്ങളല്ലാതെ നമുക്കതേക്കുറിച്ച് അറിയില്ല. കാരണം ഹ്യൂമൻ കാഷ്വാലിറ്റീസ് കൂടുതലും ഇറാനിലാണ് സംഭവിച്ചിട്ടുള്ളത്. നിസ്സഹായരായ കുട്ടികൾ ഉൾപ്പെടെ യുദ്ധത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ കൊല്ലപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ആ രീതിയിൽ ഈ ചൈനയോ റഷ്യയോ നേരിട്ട് രംഗത്ത് വരാതെ ഇറാനെ മിസൈലുകളിലൂടെ സാങ്കേതികവിദ്യ കൈമാറ്റത്തിലൂടെ സാറ്റലൈറ്റ് ഇൻഫർമേഷൻ സപ്പോർട്ടിലൂടെ ഇറാനെ സഹായിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്, സഹായിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇറാൻ പിടിച്ചു നിൽക്കുന്നു എങ്കിൽ സ്വന്തം കഴിവ് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്നു എന്ന ചിന്ത എനിക്കില്ല. സ്വന്തമായി കുറച്ച് റെസിലിയൻസ് ഉള്ള രാജ്യമാണ് ഇറാൻ. ബാറ്റിൽ ഹാർഡൻഡ് രാജ്യമാണ് ഇറാൻ. ഇറാഖുമായി പടവെട്ടി 8 വർഷത്തോളം നീണ്ടുനിന്ന 80കളുടെ യുദ്ധം ബാറ്റിൽ ഹാർഡൻഡാണ്. അതുമാത്രമല്ല ഏത് നിമിഷവും യുദ്ധം പ്രതീക്ഷിക്കുന്ന ഒരു രാജ്യവുമാണ്. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നോ എവിടെ നിന്നെങ്കിലും യുദ്ധം പ്രതീക്ഷിക്കുന്ന രാജ്യവുമാണ് ഇറാൻ. അപ്പോൾ അങ്ങനെ ഒരു നിലപാടെടുത്ത് നിൽക്കുന്ന ഒരു രാജ്യം സ്വാഭാവികമായി ബാറ്റിൽ റെഡിയാണ്. അപ്പം അതുമാത്രമല്ല ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ പറയുകയും ചെയ്തു, കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവനയിലൂടെ പറയുകയും ചെയ്തു, ഇറാൻ ഈസ് ഗോയിങ് ത്രൂ എ സ്റ്റേറ്റ് ഓഫ് വാർ. ഔപചാരികമായ യുദ്ധത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇറാൻ്റെ സമസ്ത ജനതയും യുദ്ധത്തിൽ പങ്കാളികളായിരിക്കുന്നു, നേരിട്ടോ അല്ലാതെയോ. അവരുടെ സമ്പദ് വ്യവസ്ഥ, മസൂദ് പസഷ്കിയാൻ്റെ പ്രസ്താവനയിൽ ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥയാണ് അമേരിക്ക ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നു. ഹ്യൂമൻ ഹാർഡ്ഷിപ്സ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഗവൺമെൻറ് എംപതൈസ് ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞു വെച്ചു. കൂടുതൽ ഞെരുക്കം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഇറാനിയൻ റിയാലിൻ്റെ മൂല്യം കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു. 89% വാർഷിക നാണ്യപ്പെരുപ്പ നിരക്ക്. വിദേശ നാണ്യ കരുതൽ ശേഖരം തീർത്തും ശോഷിച്ച അവസ്ഥയിലാണ്. ഭക്ഷ്യ ദൗർലഭ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു. വിതരണ പ്രക്രിയ, വിതരണ ശൃംഖല ആകമാനം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. അതിലേക്കാണ് അമേരിക്ക കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. റോഡ്സ്, ബ്രിഡ്ജസ് അല്ലെങ്കിൽ സപ്ലൈ ലൈൻസ് ഇതെല്ലാം തന്നെ ആക്രമണ വിധേയമാകുമ്പോൾ ജനങ്ങളോട് കൂടുതൽ ജാഗരൂകരായിരിക്കാനും മുണ്ടുമുറുക്കി ഉടുക്കാനും വേണ്ടി വന്നാൽ ദീർഘമായ യുദ്ധത്തിന് തയ്യാറെടുക്കാനും ഉള്ള ആഹ്വാനമാണ് മസൂദ് പസഷ്കിയാൻ എന്ന ഇറാൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പോൾ അതിനർത്ഥം 2-3 അർത്ഥങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, ഇറാൻ ഈസ് ഗിയറിങ് അപ്പ് ഫോർ എ പ്രൊലോങ്ഡ് ബാറ്റിൽ. അത് 2 രീതിയിൽ അതിനെ കാണാം. ഒന്ന്, അമേരിക്കൻ സേനകൾ ഇറാനിൽ ഇറങ്ങേണ്ടി വരും എന്ന് ഇറാൻ വിശ്വസിക്കുന്നു. ബൂട്ട് ഓൺ ഗ്രൗണ്ട്, ഒരു കര യുദ്ധം തന്നെയാണ്. അതില്ലാതെ അമേരിക്കയ്ക്ക് എത്രത്തോളം നാശനഷ്ടം ആകാശത്തു നിന്ന് വിതച്ചാലും ഇതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല. ഇപ്പോൾ സംഭവിക്കുന്നതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല. കൂടുതൽ പാലങ്ങൾ തകരുമായിരിക്കാം, കൂടുതൽ ഗവൺമെൻറ് കെട്ടിടങ്ങൾ നഷ്ടപ്പെട്ടു പോകുമായിരിക്കാം, കൂടുതൽ ജീവഹാനി ഉണ്ടാകാം. പക്ഷേ ഇറാൻ ആൻഡ് IRGC കീഴടങ്ങാൻ അതുകൊണ്ടൊന്നും സാധ്യതയേ ഇല്ല. അങ്ങനെയെങ്കിൽ പിന്നെ ഉള്ളത് ഇറാൻ്റെ തെക്കൻ പ്രദേശങ്ങളെങ്കിലും പിടിച്ചെടുക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഇത് സൂചിപ്പിക്കുകയും ചെയ്തു. തെക്കൻ പ്രദേശമെങ്കിലും പിടിച്ചെടുക്കുക എന്ന ഒരു പ്ലാൻ ഒരു പക്ഷേ നടന്നേക്കാം. പക്ഷേ അതിനെ പ്രീഎംപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇറാൻ്റെ ഭാഗത്ത്, ഇറാൻ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ചില റിപ്പോർട്ടുകൾ, അത് ഗവൺമെൻറ്റിൻ്റെ ഔപചാരിക ഹാൻഡിലുകളിൽ നിന്നല്ല, മറിച്ച് ഗവൺമെൻറ് സോഴ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഇറാൻ്റെ മീഡിയയിൽ വരുന്ന ചില റിപ്പോർട്ടുകൾ അത് സൂചിപ്പിക്കുന്നത് ഇറാഖിൻ്റെ തെക്കൻ പ്രദേശവും കടന്ന് കുവൈറ്റിലേക്ക് ഇറാൻ ഒരു കടന്നുകയറ്റം നടത്തുമോ, നാടകീയമായ ഒരു ആക്രമണത്തിലൂടെ, കരയുദ്ധമാണ്, ആക്രമണത്തിലൂടെ അമേരിക്കൻ കേന്ദ്രങ്ങൾ വളയാൻ. കാരണം ഇറാന് ശക്തമായ സൈന്യമുണ്ടല്ലോ. പക്ഷേ സൈന്യത്തിന് എയർ കവർ കൊടുക്കാനില്ല എന്ന് ഓർക്കണം. അത് പറയാൻ എളുപ്പമാണ്, പക്ഷേ എയർ കവർ ഇല്ലാതെ ഒരു സൈന്യത്തിന് ഇറാഖിൻ്റെ തെക്കൻ പ്രദേശമായ ബസ്ര ഉൾപ്പെടെ കടന്നുകൊണ്ട് എങ്ങനെയാണ് കുവൈറ്റിലെത്തി, കുവൈറ്റിൽ ഏതാനും അമേരിക്കൻ താവളങ്ങളിലുള്ള ഏതാനും പേരെ ബന്ദികളാക്കി
ഹമാസ് ചെയ്തതുപോലെ ബന്ദികളാക്കി ഇറാനിൽ കൊണ്ടുവന്നാൽ അവരെ വെച്ച് വിലപേശാനാവും എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഇറാനിൽ. അത് എൻ്റെ ചിന്തയിൽ അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അത് ഇറാൻ അറ്റംപ്റ്റ് ചെയ്യും എന്നും ഞാനിപ്പോൾ കരുതുന്നില്ല. ആ റിപ്പോർട്ട് സത്യസന്ധമായി പ്രേക്ഷകരോട് പങ്കുവച്ചു എന്ന് മാത്രം. നോക്കൂ, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ബന്ദികളെ വെച്ച് വിലപേശിയ ഒരു ചരിത്രമുണ്ട് ഇറാന്. 1979 ഈ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് അയത്തുള്ള റുഹുള്ള ഖൊമേനി നയിച്ച ഒരു സംവിധാനം അവരാദ്യം ചെയ്തത് അമേരിക്കൻ എംബസിയിലുള്ള ജീവനക്കാരെ പൂർണ്ണമായി തടങ്കലിലാക്കി തടഞ്ഞു വെച്ചു എന്നതാണ്. ബലം പ്രയോഗിച്ച് മോചിപ്പിക്കാൻ അമേരിക്ക ഒരു ശ്രമം നടത്തി, പൂർണ്ണമായി വിജയിച്ചില്ല. പിന്നീട് മാസങ്ങളോളം നീണ്ടുനിന്ന നെഗോസിയേഷൻസ്, തർക്കങ്ങൾ, അതിനൊടുവിലാണ് ആ വിഷയത്തിന് പരിഹാരമുണ്ടായത് എന്നോർക്കണം. അതുകൊണ്ട് ബന്ദി നാടകം എന്നത് ഇറാന് പുത്തരിയൊന്നുമല്ല. അതുമാത്രമല്ല, ഹമാസ് ഉപയോഗിച്ച മാർഗവും ബന്ദി നാടകം എന്ന ഒരു ബന്ദി മാർഗമാണ്. ഇസ്രായേലിൽ നിന്നും 250ഓളം പേരെ തടവുകാരായി ഗാസയുടെ മണ്ണിലേക്ക് ഹമാസ് കൊണ്ടുപോവുകയാണ്. അവരെ വെച്ച് വിലപേശിയത് കൊണ്ടാണ് അത്രയും കാലം യുദ്ധം നീണ്ടു നിന്നത്. ഇപ്പോൾ ഇറാനെ തടഞ്ഞു വയ്ക്കാൻ അമേരിക്കൻ സൈനികർ ഒരാൾ പോലും ഇറാൻ്റെ കസ്റ്റഡിയിലില്ല. ഏതെങ്കിലും കുറച്ച് പേരെങ്കിലും 10-20 പേരെങ്കിലും അമേരിക്കൻ സേനയിലെ ആളുകളെ ഹ്യൂമൻ ഷീൽഡായി അവരെ തടഞ്ഞു വെക്കാൻ കഴിഞ്ഞാൽ ഇറാൻ കുറച്ചുകൂടി ബുദ്ധിപരമായി, കുറച്ചുകൂടി പവർഫുള്ളായി അമേരിക്കയോട് നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നൊരു വിഭാഗമുണ്ട്. ആ ചിന്ത മാത്രം പങ്കുവച്ചു എന്ന് മാത്രം. അതുകൊണ്ട് ഇപ്പോഴത്തെ ഇറാനിയൻ തന്ത്രം പ്രഹരം തുടരുക, റിലൻറ്റ്ലെസ് സ്ട്രൈക്ക് ഓൺ അമേരിക്കൻ സെൻറ്റേഴ്സ് ഇൻ വെസ്റ്റ് ഏഷ്യ, അമേരിക്ക നിയന്ത്രിക്കുന്ന പശ്ചിമേഷ്യയിലെ എല്ലാ വ്യോമ നാവിക സേന താവളങ്ങളിലേക്ക് ആക്രമണം തുടരുക. ആക്രമണത്തിന് ഇടവേള ഉണ്ടാവാതിരിക്കുക. ഇത് 11 ദിവസം പിന്നിട്ടിരിക്കുന്ന യുദ്ധം. ഈ 11 ദിവസവും ആക്രമണവും സംഭവിച്ചു, പ്രത്യാക്രമണവും സംഭവിച്ചു. ഒരു അമേരിക്കൻ കേന്ദ്രം പോലും ആ പ്രദേശത്തെ, കുവൈറ്റിലാകട്ടെ, സൗദിയിൽ കാര്യമായ ആക്രമണം ഉണ്ടായിട്ടില്ല. കുവൈറ്റും ബഹ്റൈനുമാണ് നിരന്തരം ഏതാണ്ട് എല്ലാ ദിവസവും ആക്രമണ വിധേയമായിരിക്കുന്നത്. പക്ഷേ ആ ആക്രമണങ്ങളൊന്നും കാര്യമായ ആൾനാശം ഉണ്ടാകുന്നതായി റിപ്പോർട്ടില്ല. ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവാം, റിപ്പോർട്ടുകൾ വരുന്നില്ല. ഒന്നുകിൽ ആ റിപ്പോർട്ടുകളെല്ലാം മൂടി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ സത്യം മറച്ചു വെക്കപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ കാര്യമായ ആൾനാശമില്ല എന്ന്, പക്ഷേ വസ്തുവകകൾക്ക് നാശമുണ്ട് എന്നത് കൃത്യമാണ്. പക്ഷേ ആൾനാശം കൂടി ഉണ്ടാകുന്ന രീതിയിൽ മിസൈലുകൾ അയക്കാൻ ഇറാന് സാധിക്കും എന്നത് കൃത്യമാണ്. കാരണം ഇറാൻ ഇപ്പോൾ സേനാ താവളങ്ങളിലേക്ക് മിസൈലുകൾ അയക്കുമ്പോൾ അത് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ അവിടെ സംവിധാനങ്ങളുണ്ട്. പക്ഷേ ജനവാസ മേഖലയിലേക്ക് മിസൈൽ അയച്ചാൽ അത് കൃത്യമായി ഇൻ്റർസെപ്റ്റ് ചെയ്തു കൊള്ളണമെന്നില്ല. അവിടെ ഉണ്ടാകാൻ പോകുന്ന ആൾനാശം ഭീതിതമായ രീതിയിലാവും. അതുകൊണ്ട് ഇറാൻ്റെ ആയുധങ്ങൾക്ക് കൃത്യത ഉണ്ടാകുന്നത് ചൈനീസ്, റഷ്യൻ സഹായത്തോടു കൂടി ആയിരിക്കാം, അല്ലെങ്കിൽ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ കൊണ്ടാവാം. പക്ഷേ അതുകൊണ്ട് മറുപക്ഷത്തുണ്ടാക്കാൻ സാധ്യതയുള്ള നാശനഷ്ടം ഭീകരമായിരിക്കും. ആ രീതിയിലുള്ള സൂചനകൾ ഇറാൻ കഴിഞ്ഞ ദിവസം പുറത്തുവിടുകയും ചെയ്തു. IRGC പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇനി ഞങ്ങൾ ഒരുപക്ഷെ സംയമനം പാലിക്കണമെന്നില്ല. തങ്ങൾക്കുണ്ടാകുന്ന അപരിഹാര്യമായ നാശനഷ്ടം, ഹ്യൂമൻ കാഷ്വാലിറ്റീസ് ഉൾപ്പെടെ പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ, ഒരുപക്ഷെ ഹ്യൂമൻ ലോസ് ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നാണ് ഇറാൻ പറഞ്ഞു വച്ചിരിക്കുന്നത്. അതൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള കമൻസാണ്. എങ്കിൽ പോലും ജാഗ്രതാപൂർവമായി നിൽക്കേണ്ട കാര്യമാണ്. യുദ്ധത്തിൽ സാധാരണക്കാർ, നിരപരാധികൾ വധിക്കപ്പെടുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. സൈനിക ടാർഗറ്റ്സിനെ അറ്റാക്ക് ചെയ്യാം, അത് യുദ്ധമാണ്. പക്ഷേ ഹ്യൂമൻ കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നത്, അറിഞ്ഞുകൊണ്ട് ഹ്യൂമൻ കാഷ്വാലിറ്റീസ് ഉണ്ടാക്കുന്നത്, കൊളാറ്ററൽ ഡാമേജുകൾ നമുക്ക് തടയാനാവില്ല. അപ്പോൾ അറിഞ്ഞുകൊണ്ടുണ്ടാക്കുന്നതാണെങ്കിലും കൊളാറ്ററൽ ഡാമേജ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ചിലപ്പോൾ രാജ്യങ്ങൾ ശ്രമിച്ചേക്കാം. അങ്ങനെയൊന്നും ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്നുകൂടി പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.